Hello students, welcome back to Plus 2 Economics online classroom. Previous class methods of measuring price elasticity വില ഇലാസ്തികത അളക്കുന്ന രീതികളെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് മെത്തേഡ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രപ്പോർഷൻ മെത്തേഡ്, ശതമാന രീതി അല്ലെങ്കിൽ അനുപാത രീതി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. രണ്ട് ഇക്വേഷൻസ് പഠിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? ED equal to percentage change in quantity demanded divided by percentage change in price. ചോദനത്തിന്റെ അളവിലുള്ള ശതമാന മാറ്റത്തിനെ വിലയിലുള്ള ശതമാന മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഹരണം നടത്തിയാൽ കിട്ടുന്നതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഏതായിരുന്നു? ED equal to delta Q divided by delta P into P divided by Q. ഓരോ വേരിയബിൾസും എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കിയിട്ട് വേണം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്കിയുള്ള മെത്തേഡുകളാണ്. രണ്ടാമത്തെ മെത്തേഡ് ഏതായിരുന്നു? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, നേർരേഖ രീതി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോയിന്റ് മെത്തേഡ് ആൻഡ് ജിയോമെട്രിക് മെത്തേഡ്. ഇത് പോയിന്റ് രീതി എന്നും ജ്യാമിതീയ രീതി എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. രേഖീയ ചോദന വക്രത്തിലൂടെ വില ഇലാസ്തികത അളക്കുന്നതിന് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് നേർരേഖാ രീതി അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ലീനിയർ ഡിമാൻഡ് കർവ്, രേഖീയ ചോദന വക്രം എന്താണെന്ന് പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവാണ് ലീനിയർ ഡിമാൻഡ് കർവ്, അല്ലേ? എക്സ് അക്ഷത്തിലും വൈ അക്ഷത്തിലും തട്ടി നിൽക്കുന്ന, ഇന്റർസെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നേർരേഖ ചോദന വക്രമാണ് രേഖീയ ചോദന വക്രം. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇവിടെ ഒരു ലീനിയർ ഡിമാൻഡ് കർവാണ് വരച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇന്റർസെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ്, ഒരു നേർരേഖ ചോദന വക്രമാണ് ലീനിയർ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ഓർ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അല്ലേ? രേഖീയ ചോദന ധർമ്മം എന്തായിരുന്നു? Q is equal to A minus BP. ഓക്കെ, എല്ലാം നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ ലീനിയർ ഡിമാൻഡ് കർവിൽ ഞാൻ 5 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി, പോയിന്റ് ഡി ആൻഡ് പോയിന്റ് ഇ. ഓക്കെയാണല്ലോ, 5 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പോയിന്റ് എ നോക്കിക്കേ, ഈ പോയിന്റിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. ഇത് ഡിമാൻഡ് കർവിന്റെ, ഈ ഡിമാൻഡ് കർവിന്റെ മുകൾ ഭാഗത്തെ പോയിന്റ് ആണല്ലോ? ആണ്. പോയിന്റ് എ ഈസ് ദി അപ്പർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്. ഈ ഡിമാൻഡ് കർവിലെ മുകളിലുള്ള ഭാഗമാണ് പോയിന്റ് എ ആൻഡ് ഇറ്റ് കോൾഡ് ആസ് അപ്പർ സെഗ്മെന്റ്. ഇത് അപ്പർ സെഗ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പോയിന്റ് ഇയിലേക്ക് നോക്കിക്കേ. പോയിന്റ് ഇ ഈസ് ദി ലോവർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്. ഈ ചോദന വക്രത്തിലെ താഴെയുള്ള ഭാഗമാണ് പോയിന്റ് ഇ, ആണല്ലോ? ആൻഡ് ഇറ്റ് കോൾഡ് ആസ് ലോവർ സെഗ്മെന്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ അപ്പർ സെഗ്മെന്റ് ആണ്, പോയിന്റ് ഇ എന്ന് പറഞ്ഞാലോ ലോവർ സെഗ്മെന്റ് ആണ്. ചോദനവക്രത്തിന്റെ മുകളിലുള്ള ഭാഗമാണിത്, ചോദനവക്രത്തിന്റെ താഴെയുള്ള ഭാഗമാണ് ഇത്. ഇനി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ED കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. ED ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ED ഈക്വൽ ടു ചോദനവക്രത്തിന്റെ താഴെയുള്ള ഭാഗം ഡിവൈഡഡ് ബൈ ചോദനവക്രത്തിലെ മുകളിലുള്ള ഭാഗം അല്ലെങ്കിൽ മുകളിലത്തെ ഭാഗം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് അപ്പർ സെഗ്മെന്റ്, ഇതാണ് ലോവർ സെഗ്മെന്റ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ അനുസരിച്ച് ഓരോ പോയിന്റിലുമുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികത കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ഓരോ പോയിന്റ് എടുക്കുക. എ എന്ന പോയിന്റ് എടുക്കുക, ബി എടുക്കുക, സി എടുക്കുക, ഡി എടുക്കുക, ഇ എടുക്കുക. ഓരോ പോയിന്റിലും
ഈ ഇക്വേഷൻ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ പോയിന്റ് ഏതായിരുന്നു? പോയിന്റ് എ ആണല്ലോ. ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നു 1. ഒന്നാമത്തെ പോയിന്റ് എ ആണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ലോവർ സെഗ്മെന്റ് ഏതാണ്? ഇ ആണ്. അപ്പോൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ലോവർ സെഗ്മെന്റ് എഴുതി വെക്കുക. ഓരോ പോയിന്റ് എടുക്കണം, ആ ഓരോ പോയിന്റിലും ഇവിടെയുള്ള നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കുക. ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഓക്കെ, അപ്പോൾ എ എന്ന പോയിന്റിൽ കൂടെ ലോവർ സെഗ്മെന്റ് എഴുതി. എ ഇ ഡിവൈഡഡ് ബൈ 0, 0 ആയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം എ എന്ന പോയിന്റിൽ അപ്പർ സെഗ്മെന്റ് എ തന്നെയാണ്, അല്ലേ? എ എന്ന പോയിന്റിലെ ചോദനവക്രത്തിലെ മുകളിലുള്ള ഭാഗം എ തന്നെയാണ്. അതുകൊണ്ട് അത് 0 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ നിങ്ങൾ നോക്കിക്കേ, രണ്ടാമത്തെ പോയിന്റ് ഏതാ? ബി ആണ്. അപ്പോൾ ഞാൻ ബി എഴുതി. ലോവർ സെഗ്മെന്റ് ഏതാണ്? ഇ ആണ്. അപ്പോൾ ബി ഇ എന്നാവും. ഡിവൈഡഡ് ബൈ ഇതിന്റെ അപ്പർ സെഗ്മെന്റ് ഏതാണ്? എ ആണ്. അപ്പോൾ ബി എ. ഓക്കെ ആണല്ലോ. എങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ? ബി എന്ന പോയിന്റ് എടുത്തു, അതിന്റെ കൂടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ലോവർ സെഗ്മെന്റ് ഇ ആണ്, ദാറ്റ് ഈസ് ബി ഇ ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ബി എന്ന പോയിന്റിന്റെ അപ്പർ സെഗ്മെന്റ് ബി എ ആണ്. ഓക്കെ ആണല്ലോ, അത് ചെയ്തു. ഇനി മൂന്നാമത്തത് എഴുതുന്നു, ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ പോയിന്റ് ഏതാ? സി ആണ്. അപ്പോൾ സി എന്ന് എഴുതി വെച്ചു. ലോവർ സെഗ്മെന്റ് ഏതാ? ഇ. സി ഇ ഡിവൈഡഡ് ബൈ സി എന്ന പോയിന്റിന്റെ അപ്പർ സെഗ്മെന്റ് എ ആണ്. സിമ്പിൾ ആണല്ലോ. അടുത്തത് നാലാമത്തെ പോയിന്റ് ഡി ആണല്ലോ. ഡി എന്ന് എഴുതി വെച്ചു. ലോവർ സെഗ്മെന്റ് ഏതാ? ഇ. ഇ ഡിവൈഡഡ് ബൈ ഡിയുടെ അപ്പർ സെഗ്മെന്റ് ഏതാ? എ. ഡി എ. അവസാനത്തെ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് ഏതാണ്? ഇ. ഇവിടെ ഇ എന്ന പോയിന്റിന്റെ ലോവർ സെഗ്മെന്റ് 0 ആണ്. എന്താണെന്നറിയോ? കാരണം ഇ എന്ന പോയിന്റിൽ തന്നെയാണ് അതിന്റെ ലോവർ സെഗ്മെന്റും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, കാരണം ഇ എന്ന പോയിന്റിന്റെ ലോവർ സെഗ്മെന്റ് ഇ തന്നെയാണ്. അതുകൊണ്ട് ഇത് 0 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ഇയുടെ അപ്പർ സെഗ്മെന്റ് ഏതാണ്? ഇ എ. ഇ എ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒന്നാമത്തേതിലും അഞ്ചാമത്തേതിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒന്നാമത്തെ പോയിന്റിൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം 0 ആണ്. കാരണം ഒന്നാമത്തെ പോയിന്റിലെ അപ്പർ സെഗ്മെന്റ് ആ പോയിന്റും 1 ആണ്. അഞ്ചാമത്തേത് നോക്കിക്കേ, ഇവിടെ ലോവർ സെഗ്മെന്റ് 0 ആണ്. എന്തുകൊണ്ടാണ്? ലോവർ സെഗ്മെന്റും ആ പോയിന്റും ഒരേ കാര്യമാണ്, ഇ എന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് മുകളിൽ 0 ആയി, ന്യൂമറേറ്റർ 0 ആയി, അല്ലെങ്കിൽ അംശം 0 ആയി. ഇ എ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എന്ന പോയിന്റിലെ അപ്പർ സെഗ്മെന്റ് ഇ എ. ഓക്കെ ആണല്ലോ. ഈ 5 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഞാൻ ഇത് മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇനി ഈ ലീനിയർ ഡിമാൻഡ് കർവിലെ ഓരോ പോയിന്റിലുമുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികത എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ 5 പോയിന്റുകളാണ് ഉള്ളത്. പോയിന്റ് എ, ബി, സി, ഡി ആൻഡ് ഇ. ആദ്യം നമുക്ക് പോയിന്റ് എ കൺസിഡർ ചെയ്യാം. പോയിന്റ് എയുടെ താഴെ എത്ര പോയിന്റുകളാണ് ഉള്ളത്? എണ്ണി നോക്കിക്കേ. 1, 2, 3, 4 ആണല്ലോ. പോയിന്റ് എയുടെ താഴെ ഭാഗത്ത് 4 പോയിന്റുകളാണ് ഉള്ളത്. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 0. 0 എങ്ങനെ കിട്ടി? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പോയിന്റ് എയിലെ അപ്പർ സെഗ്മെന്റ് 0 ആയിരിക്കും. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെ? അതാണ് ഇവിടെ 0 വന്നത്. 4/0. ഏതെങ്കിലും സംഖ്യയെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ? കഴിയില്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സംഖ്യയെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്, അനന്തമായിരിക്കും. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഫിനിറ്റ് ആയിരിക്കും, അനന്തമായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് പോയിന്റ് എയിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ എന്ന പോയിന്റിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും.
ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണെങ്കിൽ അത് എന്ത് തരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്? യെസ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തിക ചോദനമാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ ബി നോക്കുക. ബി എന്ന പോയിന്റിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ബി എന്ന പോയിന്റ് എടുത്തു, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. ബി എന്ന പോയിന്റിന്റെ താഴെ എത്ര പോയിന്റുകൾ ഉണ്ട്? 1, 2, 3 പോയിന്റുകളാണുള്ളത്. ഞാനിവിടെ എഴുതി വെച്ചു. ഇനി ബി എന്ന പോയിന്റിന്റെ മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? എ എന്ന പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ലെ, 1 പോയിന്റ്. ബിയുടെ താഴെ 3 പോയിന്റ് ആണുള്ളത്, ബിയുടെ മുകളിൽ 1 പോയിന്റ്. ദാറ്റ് ഈസ് 1. 3 ഡിവൈഡഡ് ബൈ 1. 3നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 3 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി 1നേക്കാൾ കൂടുതലാണ്. 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ, 1നേക്കാൾ കൂടുതലാണല്ലോ. അപ്പോൾ ബി എന്ന പോയിന്റിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി 1നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ 1നേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്ത് തരം വില ഇലാസ്തികതയാണ്? വിച്ച് ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? യെസ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്തിക ചോദനമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 പോയിന്റും നമ്മൾ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? സി. സി എന്ന പോയിന്റ് എടുത്തു, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. സി എന്ന പോയിന്റിന്റെ താഴെ എത്ര പോയിന്റുകൾ ഉണ്ട്? 1, 2. അപ്പോൾ 2 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ സി എന്ന പോയിന്റിന്റെ മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? 1, 2 ആണല്ലോ. ഡിവൈഡഡ് ബൈ 2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം എന്താ കിട്ടുക? 1 ആണല്ലോ. ഉത്തരം 1 ആണ്. ദാറ്റ് ഈസ് ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. വില ഇലാസ്തികത 1 ആയിരിക്കും. ഇലാസ്തികത 1 ആണെങ്കിൽ അത് എന്ത് തരം വില ഇലാസ്തികതയാണ്? യെസ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനം. വളരെ സിമ്പിൾ ആണല്ലോ. അപ്പോൾ എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ്, സി എന്ന പോയിന്റ്, ഈ 3 പോയിന്റിലുമുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഏതാ? ഡി ആണ്. ഇതേപോലെ ഡി നമുക്ക് കണ്ടുപിടിക്കാം. പോയിന്റ് ഡിയുടെ താഴെയുള്ള പോയിന്റ് ഏതാണ്? ഇ ആണല്ലേ. പോയിന്റ് ഡിയുടെ താഴെ എത്ര പോയിന്റ് ഉണ്ട്? 1 പോയിന്റേ ഉള്ളൂ അല്ലേ, ഇത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ പോയിന്റ് ഡിയുടെ മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? 1, 2, 3 ആണല്ലോ. 1/3 എത്ര ഉത്തരം കിട്ടുക? 0.33 അങ്ങനെ പോവും. ഓക്കെ, 0.33. ഇത് 1നേക്കാൾ കുറവാണല്ലോ, അല്ലെങ്കിൽ 1നേക്കാൾ ചെറുതാണല്ലോ. ഇ ഡി ലെസ് ദാൻ 1. ഓക്കെ, വില ഇലാസ്തികത 1നേക്കാൾ കുറവാണെങ്കിൽ അത് എന്ത് തരം വില ഇലാസ്തികതയാണ്? യെസ്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനമാണ്. അപ്പോൾ ഡി എന്ന പോയിന്റിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇ എന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇ എന്ന പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ആദ്യം 0 ആയിരിക്കും വരിക. കാരണം എന്താ? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, ഇ എന്ന പോയിന്റിലെ ലോവർ സെഗ്മെന്റ് 0 ആണ്. ഡിവൈഡഡ് ബൈ ഇ എന്ന പോയിന്റിന്റെ മുൻപ് അല്ലെങ്കിൽ മുകളിൽ എത്ര പോയിന്റുകൾ ഉണ്ട്? 1, 2, 3, 4 പോയിന്റുകൾ ഉണ്ട് ആണല്ലോ. 0/4. 0നെ ഏതൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം 0 ആയിരിക്കും. ഉത്തരം 0 ആയിരിക്കും. അതായത് ഇവിടെ ഇ ഡി എന്താണ്? 0 ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി 0 ആയി കഴിഞ്ഞാൽ അത് എന്ത് തരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്? യെസ്, വെരി ഗുഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, നേർരേഖ രീതി അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികത നമ്മൾ കണ്ടുപിടിച്ചു. പോയിന്റ് എയിൽ എന്ത് തരം വില ഇലാസ്തികതയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അല്ലെ, പൂർണ്ണ ഇലാസ്തിക ചോദനമാണ്. പോയിന്റ് ബിയിൽ എന്ത് തരം വില ഇലാസ്തികതയാണ്? ആപേക്ഷിക ഇലാസ്തിക ചോദനം, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇ ഡി ഗ്രേറ്റർ ദാൻ 1. സി എന്ന പോയിന്റിൽ
ED equal to 1, that is unitary elastic, ഏകാത്മക ഇലാസ്തിക ചോദനം. D എന്ന പോയിന്റിലോ ED ലെസ് ദാൻ 1 ആണ്, that is relatively inelastic demand, ആപേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനം. പോയിന്റ് ഇയിലോ ED equal to 0, that is perfectly inelastic demand, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. അപ്പോൾ ഇതാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, ഇപ്പോൾ ലീനിയർ ഡിമാൻഡ് കർവിലൂടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചത് അല്ലേ? രേഖീയ ചോദന വക്രത്തിലൂടെയുള്ള വില ഇലാസ്തികതയാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ ഓർ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, രേഖീയ ചോദന ധർമ്മം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ? Q D equal to A minus BP. QD equal to A minus BP. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, QD എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, ആണല്ലോ. ഓരോന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് ചില സമയങ്ങളിൽ ഈ ഇക്വേഷൻ മറ്റൊരു രീതിയിൽ ചോദിക്കും. എന്നാൽ കാര്യം ഒന്ന് തന്നെയാണ്, ബട്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവാതെ പോകും. അതുകൊണ്ട് ഞാൻ അതിവിടെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോളൂ. ചില സമയങ്ങളിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ ചോദിക്കും, Q ഈക്വൽ ടു A മൈനസ് BP എന്ന് ചോദിക്കാം, D ഓഫ് P ഈക്വൽ ടു A മൈനസ് BP എന്ന് ചോദിക്കാം. ഈ മൂന്ന് കാര്യവും എന്താണ് പറയുന്നത്? ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് മുഴുവനായിട്ട് കൊടുത്തു, എന്നാൽ ഇവിടെ Q എന്നാണ് കൊടുത്തത്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് തന്നെയാണ്, ചോദനം ചെയ്യപ്പെട്ട അളവ് എന്ന് തന്നെയാണ്. ഇവിടെ D ഓഫ് P എന്ന് കൊടുത്തു. D എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. ഇത് മൂന്നും എന്താണ്? ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോരുത്, ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ തരും, A മൈനസ് BP എന്ന് തന്നെ ആയിരിക്കും. എന്നാൽ ഈ കാര്യം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, QD എന്ന് ചോദിക്കാം, ചിലപ്പോൾ Q മാത്രം എന്ന് ചോദിക്കാം, ചിലപ്പോഴോ D ഓഫ് P എന്ന് ചോദിക്കാം. മൂന്നും ഒരേ കാര്യം തന്നെയാണ്. എന്ത് കാര്യമാണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കാര്യം മറന്നു പോകരുത്. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോളൂ, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് നേർരേഖ രീതി ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജിയോമെട്രിക് മെത്തേഡ്. ഇത് ജാമിതീയ രീതി എന്നും അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ജിയോമെട്രിക് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ED ഈക്വൽ ടു മൈനസ് BP ഡിവൈഡഡ് ബൈ A മൈനസ് BP. ഫൈനൽ ഇക്വേഷൻ ആണ്, പഠിച്ചു വെക്കണം. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ എഴുതാം. ED ഈക്വൽ ടു മൈനസ് BP ഡിവൈഡഡ് ബൈ Q. ഇങ്ങനെയും എഴുതാം. ഈ സ്ഥാനത്ത് Q ആയത് എങ്ങനെയാ? കാരണം നമുക്കറിയാം ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ ഓർ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, നേരത്തെ പഠിച്ചു. Q ഈസ് ഈക്വൽ ടു A മൈനസ് BP ആണ്, ആണല്ലോ. Qന് തുല്യമാണ് A മൈനസ് BP, അല്ലെങ്കിൽ A മൈനസ് BPക്ക് തുല്യമാണ് Q എന്ന് പറഞ്ഞാൽ. അപ്പോൾ A മൈനസ് BPയുടെ സ്ഥാനത്ത് Q എന്ന് എഴുതിയാലും Qന്റെ സ്ഥാനത്ത് A മൈനസ് BP എന്ന് എഴുതിയാലും രണ്ടും ഒന്നല്ലേ? അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർത്തു വെക്കുക. എന്തായിരുന്നു ഇക്വേഷൻ? ED ഈക്വൽ ടു മൈനസ് BP ഡിവൈഡഡ് ബൈ A മൈനസ് BP. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഈ പാറ്റേണിൽ വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം പ്രോബ്ലംസ്. ഓക്കെ, ഇക്വേഷൻസ് മനസ്സിൽ വെക്കുക. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വില ഇലാസ്തികത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ ഓർ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചോളൂ. D ഓഫ് P ഈക്വൽ ടു 10 മൈനസ് 3P. D ഓഫ് P ഈക്വൽ ടു 10 മൈനസ് 3P. എന്താണ് D ഓഫ് P എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് തന്നെയാണ് അർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞു, D ഓഫ് P എന്ന് പറഞ്ഞാലും QD എന്ന് പറഞ്ഞാലും Q എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ കാര്യം തന്നെയാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് തന്നെയാണ്.
ആ 3 കാര്യങ്ങളും പറയാനുള്ള കാരണം ഇക്വേഷൻ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ നിങ്ങൾക്ക് തരുമ്പോൾ ചിലപ്പോൾ 3 രീതികളിലും വരാം. അതിൽ ഏത് രീതിയിലും വരാം. ചിലപ്പോൾ ഡി ഓഫ് പി ഈക്വൽ ടു എ മൈനസ് ബി പി എന്ന് വരാം. ചില സമയങ്ങളിലോ ക്യൂ ഈക്വൽ ടു എ മൈനസ് ബി പി എന്ന് വരാം. ഇനി ചില സമയങ്ങളിലോ ക്യൂ ഡി ഈക്വൽ ടു എ മൈനസ് ബി പി എന്നും വരാം. 3 കാര്യം ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എ എത്രയാണ്? 10 ആണ്. മൈനസ് ബി എത്രയാണ്? -3 ആണ്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, പ്രൈസ് 5/3 ആണെങ്കിൽ വില 5/3 ആയാൽ ഈ ലീനിയർ ഡിമാൻഡ് ഇക്വേഷനിൽ നിന്ന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക, വില ഇലാസ്തികത കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ആണ്. ഇവിടെ എ തന്നിട്ടുണ്ട്, മൈനസ് ബി തന്നിട്ടുണ്ട്. ഇനി ഈ തന്നിട്ടുള്ള പ്രൈസ് കണ്ടോ? 5/3, 5/3 കണ്ടല്ലോ. ഇത് ഈ പിയിലോട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു, ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, പി അവിടെ നിങ്ങൾക്ക് തരില്ല, ഡയറക്റ്റ് ആയിട്ട് തരില്ല. താഴെ നിങ്ങളോട് പറയും, കുറച്ച് പ്രൈസുകൾ തരും. ആ പ്രൈസുകൾ ആ പിയിലോട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കാര്യം ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ. നമുക്ക് ചെയ്തു നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഡി ഈക്വൽ ടു മൈനസ് ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി ആണ്. ആണല്ലോ. ഇ ഡി ഈക്വൽ ടു മൈനസ് ബി എത്രയാ? -3 ആണ് അല്ലേ? മൈനസ് ബിയുടെ സ്ഥാനത്ത് -3 ആണ്. ഇൻറ്റു, ഇവിടെ ഇൻറ്റു ആണ് ചിഹ്നം വരിക. പി എത്രയാ? 5/3, 5/3 ഡിവൈഡഡ് ബൈ എ എത്രയാ? 10 ആണ് അല്ലേ? എയുടെ സ്ഥാനത്ത് 10 ആണ്. 10 മൈനസ് ബി എത്രയാ? -3 ആണ്. ഇൻറ്റു പി എത്രയാ? 5/3 ആണ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഓരോ കാര്യങ്ങൾക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഫിഗേഴ്സ് കൊടുത്തു. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയേ, ഈ മൂന്നിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഈ മൂന്നിനെയും ക്യാൻസൽ ചെയ്തു. 3 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 1. എന്നാൽ വെറും 1 ആണോ? അല്ല, ഇവിടെ ഒരു 3 -3 ആണ്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും കിട്ടുക? -1 ആയിരിക്കും കിട്ടുക. -1 ആണല്ലോ. -1 ഇൻറ്റു 5 എത്രയാ? -1 ഇൻറ്റു 5 എത്രയാ? -5 ആണ്. -5 ആണ്. ഡിവൈഡഡ് ബൈ, നിങ്ങൾ നോക്കിക്കേ, ഇതേപോലെ ഇവിടെയും കിടക്കുന്നുണ്ട് 2 3. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് പോയി. ഉത്തരം എത്ര കിട്ടും? 1 ആണ്. വെറും 1 ആണോ? അല്ല, ഒരു 3 മൈനസ് ആണ്. അപ്പോൾ ഇവിടെ -1 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ -1നെ 5 കൊണ്ട് ഗുണിക്കുക. -1നെ 5 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടുക? -5 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 10 - 5 അതായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഈ 10 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. -1 ആയിരുന്നു കിട്ടിയിരുന്നത്. -1 ഇൻറ്റു 5 -5 ആണ്. ഇത്രയും ഓക്കെ ആണോ? ഇനി നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിക്കേ. -5 ഡിവൈഡഡ് ബൈ 10 - 5 എത്രയാ? 5 ആണല്ലോ. 10 5 കുറച്ചാൽ 5 ആണ്. നിങ്ങൾ നോക്കിക്കേ, -5/5 എത്രയാ? ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു സംഖ്യയിൽ ഒന്നെങ്കിൽ ന്യൂമറേറ്റർ ആവട്ടെ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആവട്ടെ, അംശമാവട്ടെ ഛേദമാവട്ടെ, ഏതെങ്കിലും ഒരു സംഖ്യ മൈനസ് ആയി കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഉത്തരവും മൈനസ് ആയിരിക്കും. ഓക്കെ, 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം 1 ആണ്. വെറും 1 ആണോ? ഇവിടെ മൈനസ് ഉണ്ട്. ആ മൈനസ് ഇങ്ങോട്ട് ഇറക്കി ഇടുന്നു. ഓക്കെ, -1. ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, മൈനസ് വരുമോ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ? ഇല്ല. ഇൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വി കൺസിഡർ ഓൺലി അബ്സല്യൂട്ട് വാല്യൂസ് അല്ലേ? കേവല വില അല്ലെങ്കിൽ കേവല മൂല്യങ്ങളെ മാത്രമേ വില ഇലാസ്തികതയിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മൈനസ് വരുമോ? ഇല്ല. ഇതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ, കേവല മൂല്യം എടുക്കണം. -1ന്റെ ആബ്സല്യൂട്ട് വാല്യൂ ഏതാണ്? 1 ആണ് അല്ലേ? 1 ആണ്. എങ്ങനെ 1 കിട്ടിയത്? നേരത്തെ പറഞ്ഞു, ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ചിഹ്നങ്ങളെ ഒഴിവാക്കുന്നു, സൈൻ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ കിട്ടിയ ഉത്തരം എത്രയാ? 1. 1 എന്ന് പറഞ്ഞാൽ അത്
എന്ത് തരം വില ഇലാസ്തികതയാണ്? വിച്ച് ടൈപ്പ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? ED ഈക്വൽ ടു 1 ആണെങ്കിൽ അത് എന്ത് ഇലാസ്തികതയാണ്? യെസ്, ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഏകാത്മക ഇലാസ്തിക ചോദനമാണ്. അപ്പോൾ ഈ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ഓർ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് കാണിക്കുന്നത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. Q ഈക്വൽ ടു 20 മൈനസ് 2p. Q ഈക്വൽ ടു 20 മൈനസ് 2p ആണ്. വില 5 രൂപയാണെങ്കിൽ വില ഇലാസ്തികത പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ എഴുതിക്കോളൂ. ED ഈക്വൽ ടു മൈനസ് BP ഡിവൈഡഡ് ബൈ A മൈനസ് BP. മൈനസ് B എത്രയാ? -2 ആണ്. ഇൻറ്റു P എത്രയാ? 5 ആണ്. ബൈ A എത്രയാ? 20 ആണ്. മൈനസ് B എത്രയാ? -2 ആണ്. P എത്രയാ? 5 ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫിഗേഴ്സ് കൊടുത്തു. ഇനി ശ്രദ്ധിച്ചേ, ആദ്യം എന്ത് ചെയ്യണം? -2നെ 5 കൊണ്ട് ഗുണിക്കണം. ദാറ്റ് ഈസ് ED ഈക്വൽ ടു -2 ഇൻറ്റു 5 എത്രയാ? -10 ആണ്. ആണല്ലോ. ഇവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ബോർഡ് മാസ് റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യം എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ഗുണനമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ -2 ഇൻറ്റു 5 എത്രയാ? -10. പിന്നെ ഇവിടെ ഒരു 20 ഉണ്ട് അല്ലേ? അപ്പോൾ 20 മൈനസ് 10, ദാറ്റ് ഈസ് -2 ഇൻറ്റു 5 എത്രയാ? -10. ഇനി ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. ED ഈക്വൽ ടു -10 ബൈ 20 മൈനസ് 10 എത്രയാ? 10. -10/10 എത്രയാ? നേരത്തെ നമ്മൾ ചെയ്ത പോലെ അവിടെ -5/5 ആയിരുന്നു. ഇവിടെയോ -10/10 ആണ്. ഉത്തരം എത്ര കിട്ടും? -1. ED ഈക്വൽ ടു -1. എന്നാൽ മൈനസ് കൺസിഡർ ചെയ്യോ? ഇല്ല, അബ്സല്യൂട്ട് വാല്യൂസിനെ മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ -1ന്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 1. 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനമാണ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് രണ്ടാമത്തെ മെത്തേഡ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ നേർരേഖ രീതി. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ഇവിടെ പഠിച്ചു. ഒന്ന് ലീനിയർ ഡിമാൻഡ് കർവിലൂടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനും അതുപോലെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനും. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജിയോമെട്രിക് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ഏതായിരുന്നു? എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. In this method, price elasticity is measured by estimating total expenditure. മൊത്തം ചെലവിന്റെ അടിസ്ഥാനത്തിൽ വില ഇലാസ്തികത അളക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന രീതിയാണ് ചെലവ് രീതി. Using this method, we can calculate 3 types of price elasticities. ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് 3 തരം വില ഇലാസ്തികതകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഫസ്റ്റ് വൺ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്തിക ചോദനം. ദാറ്റ് ഈസ് ED ഗ്രേറ്റർ ദാൻ 1. സെക്കൻഡ് വൺ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനം. ദാറ്റ് ഈസ് ED ഈക്വൽ ടു 1. തേർഡ് വൺ, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനം. ദാറ്റ് ഈസ് ED ലെസ് ദാൻ 1. Okay, in this method there are 2 steps for calculating price elasticity. ഈ രീതി അനുസരിച്ച് വില ഇലാസ്തികത കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ അളക്കുന്നതിന് 2 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റിംഗ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തം ചെലവ് കണക്കാക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, കമ്പാരിസൺ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തം ചെലവിനെ താരതമ്യം ചെയ്യുക. ഇതാണ് 2 സ്റ്റെപ്പുകൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇവിടെ
ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. കണ്ടല്ലോ നിങ്ങൾ, നമ്മുടെ മെത്തേഡ് എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഓക്കെ ആണല്ലോ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, പെൻ ആണ് ഗുഡ് എന്ന് വിചാരിക്കുക. പേനയാണ് സാധനം. ഓക്കെ, പേനയുടെ വില 5 രൂപയാണ്. പ്രൈസ് 5 രൂപയാണ്. നിങ്ങൾ 10 പേന വാങ്ങുന്നു, 10 യൂണിറ്റ് പേന വാങ്ങുന്നു. നിങ്ങൾക്ക് മൊത്തം എത്ര രൂപ ചെലവാകും? യെസ്, 50 രൂപയാണ്. ആണല്ലോ, 50 രൂപയാണ് നിങ്ങൾക്ക് ചെലവ് വരുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? ആ 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? സാധനത്തിന്റെ വിലയെ എത്ര യൂണിറ്റ് വാങ്ങി അതുകൊണ്ട് ഗുണനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതിന് എത്ര രൂപയാണോ ചെലവായത് അത് നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. വിലയെ ചോദനത്തിന്റെ അളവ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ ആണല്ലോ. അത് കിട്ടാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തന്നത്. 5 രൂപയുടെ ഒരു പേന 10 എണ്ണം നിങ്ങൾ വാങ്ങുന്നു. 5 × 10 50 ആണ്. അതാണ് മൊത്തം ചെലവ് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഗുഡ് സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ചോക്കോബാർ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഒരു ടേബിൾ വരച്ചിട്ടുണ്ട് ഞാനിവിടെ. 3 കോളങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കോളം, ഒന്നാമത്തെ കോളം എന്താണ്? പ്രൈസ്, വിലയാണ്. ചോക്കോബാറിന്റെ ഡിഫറെന്റ് പ്രൈസുകളാണ് ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളം എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെട്ട അളവ്. ചോക്കോബാറിന്റെ ഓരോ വിലയിലുമുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെട്ട അളവുകളാണ് രണ്ടാമത്തെ കോളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ കോളം എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്, മൊത്തം ചെലവ്. ദാറ്റ് ഈസ് പി ഇൻറ്റു ക്യൂ. എന്താണ് പി? പ്രൈസ്, വിലയാണ്. എന്താണ് ക്യൂ? ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യപ്പെട്ട അളവ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൈസിനെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, ശരി, നോക്കിക്കോളൂ. 18 × 3. 18 × 3 എത്ര ഉത്തരം കിട്ടുക? 54. 54 രണ്ടാമത്തെ പ്രൈസും ക്വാണ്ടിറ്റിയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 15 × 4 60. ഓക്കെ, മൂന്നാമത്തത് ചെയ്ത് നോക്കൂ. 12 × 5 അതും 60. 9 × 6. 9 × 6 എത്രയാണ്? 54. ഓരോ വിലയിലുമുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ചോക്കോബാറിന്റെ ഫസ്റ്റ് പ്രൈസ്, ഒന്നാമത്തെ വില എത്രയായിരുന്നു? 18 രൂപ. 18 രൂപയിൽ എത്രയായിരുന്നു ടോട്ടൽ എക്സ്പെൻഡിച്ചർ? മൊത്തം ചെലവ് എത്രയായിരുന്നു? 54 രൂപയാണ്. 18 രൂപയിൽ നിന്ന് 15 രൂപയായിട്ട് കുറയുന്നു. അപ്പോൾ എത്രയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ? മൊത്തം ചെലവ് എത്രയാണ്? 60 രൂപയാണ്. അപ്പോൾ വില 18ൽ നിന്നും 15 ആയിട്ട് കുറഞ്ഞപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തം ചെലവ് 54 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു അല്ലെ? പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. വില കുറഞ്ഞപ്പോൾ മൊത്തം ചെലവ് വർദ്ധിച്ചു. ദാറ്റ് ഈസ് പ്രൈസ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ശരിയാണല്ലോ. ഇവിടെ വിലയും മൊത്തം ചെലവും വിപരീത ദിശയിലാണ് പോകുന്നത്. വില കുറഞ്ഞപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തം ചെലവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. Therefore, when price and total expenditure moves in the opposite direction, there will be relatively elastic demand. വിലയും മൊത്തം ചെലവും വിപരീത ദിശയിലാണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള വില ഇലാസ്തികത എപ്പോഴും ED greater than 1. ED greater than 1.
ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ആപേക്ഷിക ഇലാസ്തിക ചോദനമായിരിക്കും. ഓക്കെ, പോയിന്റ് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, 15 രൂപയിൽ നിന്ന് 12 രൂപയായിട്ട് വില കുറഞ്ഞു അല്ലെ, വില വീണ്ടും കുറഞ്ഞു, പ്രൈസ് ഡിക്രീസ് ചെയ്തു. എന്നാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മാറിയിട്ടുണ്ടോ? 60 രൂപയായിരുന്നു 15 രൂപയായപ്പോൾ. 12 രൂപയായി കുറഞ്ഞപ്പോഴോ? അപ്പോഴും ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൊത്തം ചെലവ് 60 രൂപ തന്നെയാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടായിട്ടില്ല, മാറ്റവും ഉണ്ടായിട്ടില്ല. ഓക്കെ, ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഡസന്റ് മേക്ക് എനി ചേഞ്ചസ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ശരിയാണല്ലോ, വിലയിൽ മാറ്റമുണ്ടായി, എന്നാൽ മൊത്തം ചെലവിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. Therefore, there will be ED equal to 1. അതുകൊണ്ട് അവിടെ ED എന്തായിരിക്കും? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനമായിരിക്കും. ഇനി അടുത്തത് നോക്കിക്കേ, 12 രൂപയിൽ നിന്ന് 9 രൂപയായിട്ട് വീണ്ടും വില കുറഞ്ഞു, പ്രൈസ് വീണ്ടും ഡിക്രീസ് ചെയ്തു. നിങ്ങൾ നോക്കിക്കേ, 12 രൂപയായപ്പോൾ 60 രൂപയായിരുന്നു ടോട്ടൽ എക്സ്പെൻഡിച്ചർ. 9 രൂപയായി കുറഞ്ഞപ്പോഴോ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് എന്ത് സംഭവിച്ചു? 60 രൂപയിൽ നിന്ന് 54 രൂപയായിട്ട് കുറഞ്ഞു. ചെറിയൊരു ആശ്വാസം നമുക്ക് കിട്ടി, 60-ൽ നിന്ന് 54 രൂപയായിട്ട് കുറഞ്ഞു. അതായത് വില കുറയുമ്പോൾ മൊത്തം ചെലവ് ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയുന്നു. ദാറ്റ് ഈസ് പ്രൈസ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ അല്ലേ? ശരിയാണ്. ഇവിടെ വിലയും അതുപോലെ മൊത്തം ചെലവും ഒരേ ദിശയിലാണ് പോകുന്നത്. വില കുറഞ്ഞപ്പോൾ മൊത്തം ചെലവും കുറഞ്ഞു, ഒരേ ദിശയിലാണ് പോകുന്നത്. Therefore, when price and total expenditure moves in the same direction, there will be ED less than 1. വിലയും മൊത്തം ചെലവും ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ അവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ED എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്തികമല്ലാത്ത ചോദനം. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രൈസിലെ മാറ്റം ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരുത്തിയ മാറ്റം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഒന്നാമത്തേതിൽ പ്രൈസ് കുറഞ്ഞപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണ് ചെയ്തത്. രണ്ടും വിപരീത ദിശയിലാണ് പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് അവിടെ എപ്പോഴും ED ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. രണ്ടാമത്തെ പെയർ നോക്കിക്കേ, പ്രൈസ് വീണ്ടും കുറഞ്ഞു, പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരുവിധ ചേഞ്ചസും, ഡസന്റ് മേക്ക് എനി ചേഞ്ചസ്. അതുകൊണ്ട് അവിടെ ED എന്താണ്? 1 ആണ്, ഈക്വൽ ടു 1, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. തേർഡ് പെയർ നോക്കിക്കേ, പ്രൈസ് വീണ്ടും കുറഞ്ഞു, അതുപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറഞ്ഞു. ദാറ്റ് ഈസ് പ്രൈസ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിലാണ് പോകുന്നത്. അതുകൊണ്ട് ED ലെസ് ദാൻ 1, ED ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഇത്രയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികത അളക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.